ചേച്ചീനെ ഞാൻ കുറേ ഫോണിൽ വിളിച്ചു നോക്കി. എൻ്റെ പ്രശ്നമൊന്നും എനിക്ക് പറഞ്ഞൊരു സമാധാനം കിട്ടില്ല വെച്ചിട്ട്. അപ്പോൾ ചേച്ചീനെ ഫോണിൽ വിളിച്ചപ്പോൾ ഒന്നും ചേച്ചി എടുക്കില്ല. എല്ലാ വീഡിയോ ചേച്ചീനെ കാണും. എനിക്കത് കാണുമ്പോൾ ഒരു സമാധാനം. ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കും. എൻ്റെ ഭർത്താവിനോട് ഞാൻ എപ്പോഴും കാണിച്ചു കൊടുക്കും, വിലയൊക്കെ ജീവിക്കുന്നത് കണ്ടില്ലേ, നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ ജീവിച്ചുകൂടെ. അങ്ങനെ കരഞ്ഞിട്ടൊരു കാര്യമില്ല. കരച്ചിലൂടെ നമുക്ക് ഒറ്റ പ്രശ്നം തീർക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കാം. ചേച്ചി ഞാൻ കരയുന്നതുകൊണ്ടൊന്നും തോന്നുന്നിട്ട് എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റായിട്ടാ. ഭർത്താക്കന്മാരെയൊക്കെ ഓഫീസിലൊന്ന് ഒന്ന് ഇടയ്ക്ക് വിളിച്ചിട്ടൊന്ന് ഒരു വിശേഷമൊക്കെ ചോദിച്ചു, അവർക്ക് സന്തോഷമാവില്ല എന്നൊക്കെ. അങ്ങനെ ആ ഒരു വീഡിയോ വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ ഏട്ടൻ വാർപ്പിൻ്റെ പണിക്കാണല്ലോ പോകുന്നത്. അപ്പോൾ ഞാൻ ഏട്ടനെ വിളിച്ച് നോക്കും, ഏട്ടൻ ചോറുന്ന അവരോട് ഇനി കോൺക്രീറ്റ് പോയിക്കാണ്, അതിൻ്റെ ഇടയ്ക്കാണ് എൻ്റെ ഒരു ഇത് അന്വേഷിക്കല്, മിണ്ടാണ്ട് ഫോൺ വെച്ചിട്ട് പോയിക്കോ. മോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടു. അപ്പോൾ മോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ വീഡിയോസ് കാണുമ്പോൾ മോൾ സന്ദർഭം മനസ്സിലാക്കണം. മോൾ പറഞ്ഞല്ലോ ഞാനിങ്ങനെ ഹസ്ബൻഡിനെ ഡ്യൂട്ടിക്കൊക്കെ പോയാലൊന്ന് വിളിച്ച് നോക്കണമെന്ന്. അപ്പോൾ മോൾ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കോൺക്രീറ്റിൻ്റെ ജോലിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് എപ്പോഴും ഫോൺ എടുക്കാൻ പറ്റില്ല. ഫോൺ എടുക്കുമ്പോൾ അദ്ദേഹം ഹൈറ്റിലൊക്കെ ഇരുന്ന് ജോലി ചെയ്യുന്ന ആളല്ലേ. അപ്പം എന്താ പറയുക, ജോലി ചെയ്യുന്നതിനിടയ്ക്ക് വിളിക്കുമ്പോൾ ആ ഒരു പ്രഷർ, അതാണ് സന്ദർഭം നോക്കിയിട്ട് വിളിക്കാം നമ്മളെ. അപ്പോൾ ഓഫീസിലിരിക്കുന്ന ആളെ, ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഓഫീസിലാണ് ജോലി ചെയ്യുന്നത്, ഞാൻ അദ്ദേഹത്തെ വിളിക്കുമ്പോൾ ബെല്ലടിയുമ്പോൾ തന്നെ അദ്ദേഹം ചാടി വീണ് ഫോൺ എടുക്കും. അത് എൻ്റെ ഹസ്ബൻഡിൻ്റെ നല്ല ക്വാളിറ്റി. അപ്പോൾ അത് ചിലപ്പോൾ എല്ലാവർക്കും നമുക്ക് രണ്ട് കുടുംബത്തിൽ നിന്ന് വന്ന ആളുകളല്ല, നമുക്ക് വ്യത്യസ്ത സ്വഭാവക്കാരായിരിക്കും നമ്മൾ. അപ്പോൾ അതനുസരിച്ച് നമ്മളെല്ലാ പ്രശ്നങ്ങളും കുറേയൊക്കെ ആ ഒരു കണ്ണിലൂടെ കാണാം. പിന്നെ മോൾ എന്താ പറഞ്ഞത്, വേറെ എന്തോന്ന് പറഞ്ഞാൽ അതിന് ഫോൺ ചെയ്തിട്ട് എടുക്കുന്നില്ല എന്നല്ലേ. ഫോൺ ചെയ്തിട്ട് മോൾ ഇപ്പോൾ എല്ലാവർക്കും എല്ലാ ഫാമിലിയിലും പ്രശ്നങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇത് പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, ചേച്ചി ഞങ്ങൾ എന്ത് ചെയ്യണം ചേച്ചി, ഞങ്ങൾക്കൊരു പരിഹാരം പറഞ്ഞാൽ ചേച്ചി. ഇങ്ങനെ ഫോൺ വന്ന് എൻ്റെ ഫോൺ പൊട്ടിത്തെറിക്കുന്ന ആ ഒരു ലെവലായിട്ടുണ്ട്. മെസ്സേജ് നോക്കാൻ പറ്റുന്നില്ല എൻ്റെ അമ്മോ. അതുകൊണ്ടാണ്, അല്ലാതെ ചേച്ചി ആരും ഫോൺ എടുക്കാതിരിക്കുന്നതല്ല കേട്ടോ. പിന്നെ മോൾ പറഞ്ഞൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു, നമ്മൾ ക്യാഷ് നമുക്ക് വേണം, ജീവിക്കാൻ നമുക്ക് ക്യാഷ് മസ്റ്റാണ്. പക്ഷേ നമ്മൾ അതിനിങ്ങനെ ഭ്രാന്തമായിട്ട് സ്നേഹിക്കരുത്, അപ്പോൾ നമുക്ക് ഭയങ്കര പ്രശ്നം വരും. ഇപ്പോൾ മോൾ പറഞ്ഞ കുടുംബശ്രീ ലോൺ എടുത്ത് ഭർത്താവിനെ സഹായിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. നമ്മൾ ഹസ്ബൻഡിനെ നമ്മളല്ലേ സഹായിക്കേണ്ടത്, അതേപോലെ ഹസ്ബൻഡ് നമ്മളെ സഹായിക്കുന്നത്. അതിലൊന്നും ഒരു മിനിറ്റ് നമ്മളെ വെള്ളം സഹായിക്കാം. ഭയങ്കര രാവിലെ മുതൽ ഓരോരുത്തരോട് ഇങ്ങനെ സംസാരിച്ചേ. അപ്പോൾ നമ്മൾ അതാണ് ചെയ്യേണ്ടത്. നമ്മൾ അങ്ങോട്ടും ക്യാഷിൻ്റെ പേരിലൊന്നും നമ്മൾ ഒരിക്കലും നമ്മൾ ഭർത്താവിനോട് അല്ലെങ്കിൽ ഭാര്യയോടൊന്നും നമ്മൾ പ്രശ്നം ഉണ്ടാക്കരുത്. ഒരാളെ ക്യാഷ് കൂടുതലുണ്ട്, ക്യാഷ് കുറവ്, അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊരു പ്രശ്നം, അതൊക്കെ നമുക്ക് മാനസികമായിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും. നമ്മളിങ്ങനെ കാര്യമൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഒരുപാട് തിരക്കുണ്ട്. അപ്പോൾ മോള് വന്നതുകൊണ്ട് ചേച്ചി ഒന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ മോളെ ടെൻഷനൊക്കെ മാറിയില്ലേ? എനിക്കറിയൂല ചേച്ചിനോട് ഭർത്താവ് പറഞ്ഞപ്പോൾ എനിക്ക് എന്തോ ഒരു സമാധാനം. ഞാൻ കുറേ നേരമല്ലോ നിങ്ങൾ ഫോണിലേക്ക് വിളിക്കുന്നത്, നിങ്ങൾ ഫോൺ ഫുള്ള് ബിസിയാണല്ലോ, നിങ്ങൾ ആരെ വിളിച്ചോണ്ടിരിക്കുക? അല്ല, നിങ്ങൾ എന്ത് വിചാരിച്ചില്ല ഈ മാസത്തെ യൂട്യൂബ് വരുമാനം എനിക്കുള്ളതാണ് ഞാൻ നിങ്ങളോട് മുന്നേ പറഞ്ഞതാണ് അല്ലേ? പിന്നെ നിങ്ങൾ എന്ത് വിചാരിച്ചിട്ട് അത് പിൻവലിക്കുക? ഓഹോ, നിങ്ങൾക്കിൻ്റെ കറക്റ്റ് സ്വഭാവം അറിയാലോ. ഞാൻ തൊണ്ട പൊളിച്ചുണ്ടാക്കിയതാണ്. ഓക്കെ, നിങ്ങളിങ്ങനെ അടുത്ത് നിന്ന് ചിരിച്ചത് മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് അങ്ങനെ ഓവർ റോളില്ല. ഓക്കെ, അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. കൂടുതലായിട്ട് അഭിനയിക്കുന്ന ഞാനാണ്, അല്ലാതെ നിങ്ങളല്ല. അപ്പോൾ നിങ്ങളോട് ഞാൻ പറഞ്ഞതാണ് ക്യാഷ് എടുക്കരുത്, എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന്. പിന്നെ ഒരു കാര്യം, ഇന്ന് 10 മണിക്ക് ലൈവ് ഉള്ളതാണ്. കറക്റ്റ് 9:30 നിങ്ങൾ